എന്നാൽ ഒരേ സമയം ഇരകൾക്ക് ഭക്ഷണവും അക്രമികൾക്ക് ബോംബും നൽകുന്ന നയം മനസ്സിലാകുന്നില്ലെന്ന് സ്വന്തം പാർട്ടിയിലെ തന്നെ പ്രതിനിധിയായ റോഖന്ന പറയുന്നു. എല്ലാ വശങ്ങളിലും അതിർത്തികളുണ്ടെങ്കിലും അവയെല്ലാം ഇസ്രായേൽ അടച്ചിട്ടിരിക്കുകയാണ്. റഫ അതിർത്തിയിൽ ആയിരക്കണക്കിന് സഹായ ട്രക്കുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഗസയ്ക്കകത്ത് ഇവയുടെ വിതരണത്തിന് UN സംവിധാനം നിലനിൽക്കെയാണ് അവ മാറ്റിവെച്ച് അലക്ഷ്യമായി വിമാനമാർഗം സഹായ പാക്കറ്റുകൾ നൽകുന്നത്. സഹായ പാക്കറ്റുകൾക്കൊപ്പമുള്ള പാരച്യൂട്ടുകൾ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവ ശരീരത്തിൽ വീണ് 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ഗസയിലെ സാധാരണക്കാരെ ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ നയങ്ങളിൽ ഒന്നുപോലും തിരുത്താൻ ശ്രമിക്കാതെ വംശഹത്യക്കെതിരായ രോഷം ശമിപ്പിക്കാൻ എളുപ്പവഴികൾ മതിയെന്ന നിലപാടാണ് വൈരുദ്ധ്യമാകുന്നത്. അതേസമയം ഗസയ്ക്കുള്ള മാനുഷിക സഹായം വിലപേശലിന് ഉപയോഗിക്കരുതെന്ന് ഇസ്രായേലിനോട് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.